പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 2014 കാണാതായ മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിനായുള്ള തെരച്ചിൽ നിർത്തിവെച്ചു. ഈ വർഷം അവസാനം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് മലേഷ്യൻ ഗതാഗത മന്ത്രി ലോക് സ്യൂ ഫൂക് പറഞ്ഞു. എന്നാൽ ഇത്രയും ഇടവേളയെടുക്കുന്നത് എന്തുകൊണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. 2014 മാർച്ച് 8-നാണ് 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി ക്വാലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പറന്ന മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം യാത്രാമധ്യേ അപ്രത്യക്ഷമായത്. 2018-ൽ നടത്തിയ തിരച്ചിലാണ് പുനരാരംഭിച്ചത്. ടെക്സസ് ആസ്ഥാനമായുള്ള മറൈൻ റോബോട്ടിക്സ് കമ്പനിക്കാണ് മലേഷ്യൻ സർക്കാർ അന്തിമാനുമതി നൽകിയത്. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന കമ്പനിക്ക് $70 മില്യൺ നൽകൂ എന്നാണ് വ്യവസ്ഥ. വിമാനം കാണാതായതിനെക്കുറിച്ച് പല നിഗമനങ്ങളുമുണ്ടായി. വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു എന്നതായിരുന്നു ഒരു നിഗമനം. പക്ഷേ അവശിഷ്ടത്തിന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ടെന്നും അതിനാലാണ് തെരച്ചിൽ പുനരാരംഭിച്ചതെന്നും മലേഷ്യൻ ഗതാഗത മന്ത്രി പറഞ്ഞു. ക്വാലാലംപൂരിൽ നിന്ന് പറന്നുയർന്ന് 40 മിനിറ്റിന് ശേഷം MH370യുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു. വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണിരിക്കാമെന്നാണ് വിദഗ്ധരുടെ നിഗമനം.